ഒരു 3-4 ചെറുപഴം കൊണ്ട് നല്ല ഒരു 4 മണി പലഹാരമാണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ജാർ ഇട്ടെടുക്കുക. ഒരു 3-4 പാളയംകുളം പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ജാറിലോട്ട് ഇങ്ങനെ നരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ പൊടി ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പീരയും കൂടെ കൊണ്ടിട്ട് കൊടുക്കുക. അത് ഏകദേശം ഒരു 4 സ്പൂൺ അളവിലുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലപോലെ നരച്ചെടുക്കും. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതുപോലെ ഒരു കപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി ഒരല്പം കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്, അതായത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയും വേണ്ട നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഒരു നുള്ളു ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഒരല്പം വെള്ളം കൂടി ജാറിനകത്ത് ഒഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിപ്പം കറക്റ്റ് ഒരു പരുവത്തിനാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു അപ്പച്ചമ്മ അങ്ങോട്ട് വെക്കുക. അപ്പച്ചമ്മിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഇഡലിത്തട്ട് എടുത്തിട്ട് ഇച്ചിരി നെയ്യും തൂത്ത് കൊടുക്കുക. ഇനി ഇതങ്ങോട്ട് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് നമ്മൾ കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചെറിയോ മുന്തിരിങ്ങയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് വെച്ച് ഇതേപോലെ മൂടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഒന്നിരിക്കട്ടെ. ആഹാ, നമ്മുടെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ തണുത്തതിന് ശേഷം നമുക്ക് അടത്തിയെടുക്കാം. ഇതുണ്ട് ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കാം.